ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ചാണ്. വ്യാപാര കരാർ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കെതിരായ പകരം തീരുവ 18% കുറയ്ക്കുമെന്ന് ട്രംപ് അറിയിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് മോദി അറിയിച്ചതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നു. തീരുവ കുറച്ച അമേരിക്കൻ നടപടിയെ പ്രശംസിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. മോദി ട്രംപിന് കീഴടങ്ങിയിരിക്കുകയാണെന്നും വാഷിംഗ്ടണിൽ നിന്നുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ പതിവായിരിക്കുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, ഒരു തരത്തിൽ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നുണ്ടാകുന്നത്. ഇത്തരമൊരു വ്യാപാര കരാറിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയുന്നത് ട്രംപിന്റെ പ്രസ്താവനയിലൂടെയാണ്. അപ്പുറത്ത് ഈ 18% തീരുവ കുറച്ചതിനെ മാത്രം 18% നിജപ്പെടുത്തിയതിനെ മാത്രം പ്രശംസിക്കുകയാണ് മോദി. അപ്പോൾ ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ അവകാശവാദങ്ങളിലെ വാസ്തവം എന്താണ് സുമോദ്? ജിൽസെ നൌഫൽ ഇന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്ക സന്ദർശിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന വന്നിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാർ അത് പ്രഖ്യാപനം ഉച്ചകോടിക്ക് ശേഷം നടത്തിയതാണ്. അതിനുശേഷമാണ് മോദി ട്രംപുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ-US വ്യാപാര കരാർ നിലവിൽ വരികയാണെന്നുള്ള കാര്യം. ഈ ഒരു സാധാരണ ഒരു വ്യാപാര കരാർ നിലവിൽ വരികയാണെങ്കിൽ എത്രയോ ചർച്ചകൾ, മാസങ്ങളും ഈ വർഷങ്ങളും നീണ്ട ചർച്ചകൾ തന്നെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യ യൂറോപ്യൻ വ്യാപാര കരാറാണെങ്കിൽ 2009 തുടങ്ങിയ ചർച്ചയാണ് ഏറ്റവും ഒടുവിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. ഈ 2026 ആയപ്പോൾ പലപ്പോഴും ചർച്ചകൾ തുടങ്ങുകയും മുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ ഈ ഇന്ത്യ-US ചർച്ചകൾ മുടങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് എത്ര ശതമാനം നികുതി ഏർപ്പെടുത്തണം എന്നുള്ളൊരു കാര്യം. ഇതുകൂടാതെ ഭക്ഷ്യവസ്തുക്കൾ, കാർഷിക വിപണികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഇറക്കുമതി ചെയ്താൽ ഇന്ത്യൻ കർഷകരുടെ നടുവൊടിക്കുന്ന ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് അതൊന്നും പാടില്ല. പല കാര്യങ്ങളിലും നികുതി ചിലപ്പോൾ വർദ്ധിപ്പിക്കേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് പല വസ്തുക്കൾക്കും 0% നികുതി ആയിരിക്കുമെന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യയാണ്. അവിടെയാണ് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ചോദിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പരമാധികാരം, ഇന്ത്യയുടെ ഓട്ടോണമിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി മറുപടി പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ജയറാം രമേശും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പല കാര്യങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു. വെനസ്വേലയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങും എന്നുള്ളൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിൽ വാങ്ങിക്കില്ല എന്നുള്ളൊരു കാര്യവും ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്? ആ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തോട് എന്തുകൊണ്ടാണ് ഇന്ത്യ വിയോജിക്കാത്തത്, പരസ്യമായി ഒരു എതിർപ്പ് പോലും ഉന്നയിക്കാത്തത് എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഇന്നത്തെ പാർലമെന്റിലും പ്രധാനമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാകുക. ഏതായാലും വ്യാപാര കരാർ ട്രംപാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിൽസി, നമുക്കറിയാം ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചു എന്നുള്ള കാര്യം, വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്